കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി പറശ്ശിനിക്കടവ് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായിട്ടാണ് പറശ്ശിനിക്കടവ് റിവേഴ്സൈഡ് ടൗൺഷിപ്പ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ മുത്തപ്പൻ ക്ഷേത്രമാണ് പറശ്ശിനിക്കടവിന് വലിയ പേരും പ്രശസ്തിയും ഉണ്ടാക്കിക്കൊടുത്തത്. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമായി പറശ്ശിനിക്കടവ് ക്ഷേത്രം അറിയപ്പെടുന്നു. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ നട തുറക്കാറുണ്ട്. ഉച്ചയ്ക്ക് നട അടച്ചിടുന്ന രീതി ഇവിടെയില്ല. കണ്ണൂരിൽ നിന്ന് ധർമ്മശാല വഴിയും മയ്യിൽ വഴിയും പറശ്ശിനിക്കടവിൽ എത്തിച്ചേരാൻ പറ്റും. മനോഹരമായൊരു ബസ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൽ ഷേപ്പിൽ ഉള്ള റോഡിൻ്റെ മധ്യത്തിലാണ് ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥാനം. നല്ല സൗകര്യങ്ങളുള്ളൊരു ബസ് സ്റ്റാൻഡാണ് പറശ്ശിനിക്കടവിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് അമ്പലത്തിലേക്കുള്ള റോഡ് വളഞ്ഞു പൊളഞ്ഞ കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ പറശ്ശിനിക്കടവിനെ അനുഗ്രഹീതമായിരിക്കുന്നു. അമ്പലത്തിലേക്കുള്ള റോഡിൻ്റെ 2 വശവും ധാരാളം മരങ്ങളും പച്ചപ്പും ഉള്ളതുകൊണ്ട് വളരെ ഫോട്ടോജനിക്കായി മാറിയിട്ടുണ്ട്. പുഴയുടെ തീരത്തുള്ള മനോഹരമായൊരു അമ്പലമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. വളഞ്ഞു പൊളഞ്ഞ ക്ഷേത്രത്തിലേക്കുള്ള റോഡ് കഴിഞ്ഞ് താഴെ പുഴക്കരയിലെത്തുമ്പോൾ മനോഹരമായ ക്ഷേത്രവും അതിനു ചുറ്റും ഉണ്ടാക്കിയ ഒരു ചെറിയ ടൗൺഷിപ്പും കാണുവാൻ പറ്റും. ബസ് മാർഗം വരുന്നവർക്ക് ക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിലെത്തുവാൻ വേണ്ടി ധാരാളം പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തെ കൂടി നടക്കുമ്പോൾ പറശ്ശിനിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളും പ്രൈമറി സ്കൂളും കാണുവാൻ പറ്റും. ധാരാളം ലോഡ്ജുകൾ പറശ്ശിനിക്കടവിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. 25ഓളം ലോഡ്ജുകൾ ഇവിടെയുണ്ട്. പറശ്ശിനിക്കടവ് ടൂറിസ്റ്റ് ഹോം ഡബിൾ റൂമിന് 700 രൂപ ചാർജ് ചെയ്യുന്നു. പല ലോഡ്ജുകളിലും 2000 രൂപ നിരക്കിലാണ് മുറിവാടക ഈടാക്കുന്നത്. ടൂറിസ്റ്റുകൾ നല്ലപോലെ വരുന്നത് കൊണ്ട് ഉയർന്ന വാടക ഈടാക്കുവാൻ പറശ്ശിനിക്കടവിൽ സാധിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിലുള്ള ഒരു ഗ്രാമമാണ് പറശ്ശിനിക്കടവ്. മറ്റ് പാർട്ടികൾ ഇവിടെ വളരുവാൻ അനുവദിക്കാത്തതുകൊണ്ട് സമാധാന അന്തരീക്ഷം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള അമ്പലവും മറ്റ് സ്ഥാപനങ്ങളുമെല്ലാം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. ഒരു MBA കോളേജും ഇവിടെയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. രാവിലെ മുതലേ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് വലിയ പാർക്കിംഗ് പ്രോബ്ലം ഇവിടെയുണ്ട്. വാഹനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള യാതൊരു ശ്രമവും ഇവിടെ നടത്താത്തതുകൊണ്ട് ഗതാഗതക്കുരുക്ക് ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ധാരാളം റെസ്റ്റോറൻറ്റുകളും ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് 2 റെസ്റ്റോറൻറ്റുകളും താഴെ അമ്പലത്തിനടുത്ത് 5ഓളം റെസ്റ്റോറൻറ്റുകളുമുണ്ട്. പൊതുവെ ചെലവ് ചുരുങ്ങിയ ഭക്ഷണമാണ് പറശ്ശിനിക്കടവിൽ ലഭിക്കുന്നത്. അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു ചെറിയ ടൗൺഷിപ്പ് ഉണ്ടായി വന്നിട്ടുണ്ട്. ഇവിടെ ധാരാളം ചെറിയ കടകളും സ്റ്റോളുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. പമ്പിച്ച് ജനത്തിരക്കുള്ള ഒരു ഏരിയയായി ഈ ഷോപ്പിംഗ് കേന്ദ്രം മാറിയിട്ടുണ്ട്. വില കുറഞ്ഞ സാധനങ്ങളും ആഭരണങ്ങളുമാണ് കൂടുതലായി ഇവിടെ ചെലവാകുന്നത്. ബഡ്ജറ്റ് ടൂറിസത്തിന് പേരുകേട്ട ഒരു സ്ഥലമാണ് പറശ്ശിനിക്കടവ്. അതുകൊണ്ട് വില കൂടിയ വസ്തുക്കളും ബ്രാൻഡഡ് ഐറ്റംസും ഇവിടെ ലഭിക്കുകയില്ല. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം പുഴയോരത്ത് മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു. 2 പ്രവേശന കവാടങ്ങൾ അമ്പലത്തിനുണ്ട്. എപ്പോഴും വമ്പിച്ച ജനത്തിരക്കാണ് അമ്പലത്തിൻ്റെ ചുറ്റുഭാഗത്തും. വഴിപാടുകൾ നടത്തുന്ന കൗണ്ടറിലും നല്ല തിരക്കാണ്. അമ്പലത്തിൽ വരുന്ന എല്ലാവർക്കും സൗജന്യമായി പ്രസാദം കൊടുക്കുന്നുണ്ട്. രാവിലെ 7:30 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഈ ലഘുഭക്ഷണ വിതരണം നടക്കുന്നത്. ചെറുപയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളും ചായയുമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഏകദേശം 20,000 ആളുകൾക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. ഇവിടെയുള്ള ഏറ്റവും പോപ്പുലറായ ഡെസ്റ്റിനേഷൻ ബോട്ടിംഗ് കേന്ദ്രമാണ്. ബോട്ട് ജെട്ടിയിൽ എപ്പോഴും ഒരു വലിയ ആൾക്കൂട്ടത്തെ കാണുവാൻ പറ്റും. വൈകിട്ട് അമ്പലത്തിന് ചുറ്റും ബോട്ടിൽ യാത്ര ചെയ്യുവാൻ 50 രൂപയാണ് ചാർജ്. അതുപോലെ മാട്ടൂൽ വരെ യാത്ര ചെയ്യുവാൻ 60 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. 1.5 മണിക്കൂറാണ് യാത്രാ ദൂരം. ടാക്സി ബോട്ടുകളും ഇവിടെ ലഭ്യമാണ്. 15 മിനിറ്റിന് 400 രൂപയാണ് ടാക്സി ബോട്ടുകൾക്ക് ചാർജ് ഈടാക്കുന്നത്. ഇവിടെയുള്ള ബോട്ടുകൾ കൂടുതലും ഗവൺമെൻറ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ബോട്ടുകളുടെ അകത്ത് താഴെയും മേലെയുമായി ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വളപട്ടണം, മാട്ടൂൽ തുടങ്ങിയ ഗ്രാമങ്ങളിൽ ബോട്ടിംഗ് സർവീസ് ലഭ്യമാക്കിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ മീൻപിടുത്തക്കാരുടെ തോണികളും മനോഹരമായ തുരുത്തുകളും കാണാൻ പറ്റും. വളപട്ടണം പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് ബോട്ട് കടന്നു പോകുന്നത്. മാട്ടൂൽ, വളപട്ടണം തുടങ്ങിയ ബോട്ട് ജെട്ടുകളിൽ ബോട്ട് നിശ്ചിത സമയത്ത് എത്തിച്ചേരുന്നുണ്ട്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ബോട്ട് മാസ്റ്റർ സിജോ പോൾ മലബാർ മാഗസിനോട് സംസാരിച്ചു. 11:30 ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാട്ടൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
പറശ്ശിനിക്കടവിലോട്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് വൺ സൈഡ്. തിരിച്ച് 2 മണിക്ക് പറശ്ശിനിക്കടവ് ബോട്ട് ജെട്ടിയിൽ നിന്നും വളപട്ടണത്തേക്ക് സർവീസുണ്ട്. അതുപോലെ തിരിച്ച് 3 മണിക്ക് വളപട്ടണത്ത് നിന്ന് പറശ്ശിനിക്കടവിലോട്ടുണ്ട്. കൂടാതെ വൈകിട്ട് 4 മണി മുതൽ 7:30 വരെ നമുക്ക് അരമണിക്കൂർ ഇടവിട്ട് ഉല്ലാസയാത്ര, ബോട്ട് യാത്രയുണ്ട്. അത് നമ്മൾ യാത്രക്കാരെ ഇതിനകത്തേക്ക് വിളിച്ച് കയറ്റിയാണ് നമ്മൾ സർവീസ് നടത്തുന്നത്. പരമാവധി ബോട്ട് ഫുള്ളാക്കിയാണ് നമ്മൾ സർവീസ് നടത്തുന്നത്. ഒരാൾക്ക് 50 രൂപ വെച്ചാണ് നമ്മൾ മേടിക്കുന്നത്. കൂടാതെ രാവിലെ 6:30 മുതൽ നമ്മൾ സർവീസ് ഓപ്പൺ ചെയ്യും. 6:30ക്ക് നമ്മൾ ആളെ വിളിച്ച് കയറ്റി പരമാവധി ആൾക്കാരെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അരമണിക്കൂർ ഇടപെട്ട് 50 രൂപ വെച്ച് നമ്മൾ സർവീസ് നടത്തുന്നു 9:30 വരെ. ഈ ബോട്ടിൽ 75 പാസഞ്ചർ കപ്പാസിറ്റിയാണോ ഉള്ളത്. കൂടാതെ ഇത് വിവിധ ക്ലബ്ബുകൾ, അതുപോലെ കുടുംബശ്രീ പോലുള്ള സംഘടനകൾ ഈ ബോട്ട് യാത്ര പ്രയോജനപ്പെടുത്താറുണ്ട്. അതുപോലെ വിദ്യാർത്ഥികളൊക്കെ സ്കൂളിൽ നിന്നുള്ള ഇവരൊക്കെ ഇത് പ്രയോജനപ്പെടുത്താറുണ്ട്. രാവിലെ 9:30-ക്കുള്ളൊരു സർവീസാണ് അവർ കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത്. 1.5 മണിക്കൂർ യാത്രയാണ് അത് മാട്ടൂലിലോട്ടുള്ളത്.